ഈ ഫാമിലി വിസിറ്റ് വിസ നമ്മൾ ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്ത് ചേംബറൊക്കെ ചെയ്ത് നമ്മൾ VFS പോകുന്ന സമയത്തായിരിക്കും പറയുന്നത് നമ്മുടെ പേരിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ പുതിയൊരു വിസ എടുത്തിട്ട് വരണം എന്ന് പറയാറുണ്ട്. ചില ആളുകൾക്ക് നമ്മുടെ ലോഞ്ചിൽ വിട്ടിട്ട് അവിടെ കറക്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഈ വീഡിയോയിലൂടെ കറക്റ്റായിട്ട് എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ സൗദി ഫാമിലി വിസിറ്റ് വിസ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ടത്, സർനെയിം ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ സിംഗിൾ നെയിം ഉള്ള ആളുകൾ, അതുപോലെ തന്നെ ഡബിൾ നെയിം ഒക്കെ ഉള്ള ആളുകൾക്ക് എങ്ങനെ കറക്റ്റ്, അതായത് തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് സൗദി ഫാമിലി വിസിറ്റ് വിസ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് VFS പോയി സ്റ്റാമ്പ് ചെയ്ത് വരാം എന്നാണ് ഞാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഹസ്ബൻഡ് നെയിം കൊടുക്കണോ, ഫാദർ നെയിം കൊടുക്കണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മറ്റുള്ള ആളുകൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം mofa.visa എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നേരെ നമുക്ക് മോഫയുടെ വെബ്സൈറ്റിലേക്കായിട്ട് എത്തിയിട്ടുണ്ടാകാം. ഈ ഫസ്റ്റ് കാണുന്ന പോപ്പപ്പ് ക്ലോസ് ചെയ്യുക. ഇപ്പൊ പുതിയ വേർഷൻ ആണ്, അതിൽ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഇതിൽ നമുക്ക് ഇൻഡിവിജ്വൽ യൂസർ ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻസ് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ആദ്യമൊക്കെ നമുക്ക് ലോഗിൻ ചെയ്യാതെ എബ്ഷർ യൂസർ നെയിം പാസ്വേഡ് ആണ് കൊടുക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നഫാദ് എന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ കാമ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു കോഡ് നമ്മുടെ നഫാദ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഇതിൽ 4-5 നമ്പർ ഉണ്ടാവും. ഇതിൽ 58 എന്ന നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. സൗദി ഫാമിലി വിസിറ്റ് വിസ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇക്കാമയിൽ മിനിമം 3 മാസം വാലിഡിറ്റി വേണം. ഇപ്പോൾ 3 മാസം വാലിഡിറ്റി ഇല്ലെങ്കിലും മിനിമം 1 മാസം വാലിഡിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിതിൽ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്കായിട്ട് എത്തിയിട്ടുണ്ടാകാം. ഇതിൽ 4 ഓപ്ഷൻസ് ഇതിൽ കാണാം. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻസിലാണ് നമുക്ക് ഇതിൽ അപ്ലൈ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ അപ്ലൈ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്കായിരിക്കും എത്തിയിട്ടുണ്ടാകുക. ഈ പേജിലാണ് വിസ ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കേണ്ടത്. ഇതിൽ നാഷണാലിറ്റി എന്നുള്ളിടത്ത് നിങ്ങൾ നാഷണാലിറ്റി കൊടുക്കുക. പിന്നുള്ളതാണ് പേര്. പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആളുകളും തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ്. ഇത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് കാണാം, ഇതിൽ ഫാമിലി നെയിം, ഇതിൻ്റെ ഉള്ളിൽ കാണാം ലാസ്റ്റ് ആൻഡ് ഫാമിലി നെയിം. ഇതിൽ പല ആളുകൾ പേര് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പേര് എഴുതരുത്. ഇതിൽ നിങ്ങളുടെ ഫാമിലി നെയിം അഥവാ സർനെയിം ഇതിൽ എഴുതുക. ഇതിൽ ഞാനിപ്പോൾ സർനെയിം എഴുതുകയാണ്. അതിനുശേഷം തൊട്ടടുത്തൊരു കോളം കാണാം ഗ്രാൻഡ് നെയിം. ഗ്രാൻഡ് നെയിമും അതേപോലെ തന്നെ ഫാദർ നെയിം, ഈ 2 കോളും ആവശ്യമില്ല. നിങ്ങൾക്ക് ഫസ്റ്റിലത്തെ കോളത്തിൽ നിങ്ങളുടെ പേര് എഴുതുക. സിംഗിൾ നെയിം ആണെങ്കിൽ പേര് മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ ഡബിൾ നെയിം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കോളത്തിൽ രണ്ടാമത്തെ പേര് എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം മാത്രമാണ് ഉള്ളതെങ്കിൽ ഫസ്റ്റ് നെയിം മാത്രം കൊടുത്താൽ മതി. ഈ ഫാദർ നെയിം ഉള്ളിടത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സർനെയിം ഇല്ലെങ്കിൽ പല പാസ്പോർട്ടിൽ സർനെയിം ബ്ലാങ്ക് ആണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഒന്നുകിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ഫാദറിൻ്റെ നെയിം ഇവിടെ കൊടുക്കാം. അങ്ങനെയും കൊടുക്കാം. ഞാനിപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫാമിലി നെയിമാണ് കൊടുക്കുന്നത്. വെച്ചാൽ എൻ്റെ പാസ്പോർട്ടിൽ ഫാമിലി നെയിം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിതിൽ ഫാമിലി നെയിം കൊടുക്കുകയാണ്. പിന്നെ ഉള്ളതാണ് ബർത്ത് പ്ലേസ്. ബർത്ത് പ്ലേസ് നമ്മുടെ പാസ്പോർട്ട് നോക്കുക, അതിൽ എന്താണോ ബർത്ത് പ്ലേസ് കൊടുത്തിട്ടുള്ളത് അത് മാത്രം ഇതിൽ ടൈപ്പ് ചെയ്യാം. പിന്നെ ബർത്ത് ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ VFS പോകുന്ന സമയത്ത് അവർ ലോഞ്ചിലേക്ക് വിടും. പിന്നെ അവിടെ നമ്മൾ 3000 രൂപ എക്സ്ട്രാ അവർ വാങ്ങുന്നതാണ്. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിനും 3000 എക്സ്ട്രാ വാങ്ങും. പിന്നെ റിലീജിയസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ താഴെ ഒക്യുപ്പേഷൻ ഉണ്ട്. ഒക്യുപ്പേഷന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. താഴെ അൺഎംപ്ലോയ്മെൻ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മളെ ജെൻഡർ സെലക്ട് ചെയ്യാം. പിന്നെ റിലേഷൻ, ഇതിൽ നമുക്ക് ഒരുപാട് റിലേഷൻസ് ഇവിടെ ഒരുപാട് കാണുന്നുണ്ട്. ഇതിൽ കാണിച്ചു കൊടുത്തിരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവരാവുന്നതാണ്. നമുക്ക് റിലേഷന് ഫസ്റ്റ് നമ്മൾ ആരാണോ കൊണ്ടുവരുന്നത് അവിടെ അവർ കൊടുക്കാം. ഞാൻ വൈഫിനാണ് കൊണ്ടുവരുന്നതെങ്കിൽ വൈഫ് കൊടുക്കാം. ഡോട്ടർ ആണെങ്കിൽ ഡോട്ടർ.
അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കാം. മൊബൈൽ നമ്പർ നമുക്ക് ഒന്നെങ്കിൽ സൗദിയിലുള്ള നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നമ്പർ കൊടുത്താലും കുഴപ്പങ്ങളൊന്നുമില്ല, അത് കൊടുക്കാം. പിന്നെ ഇമെയിൽ ഐ ഡി വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കണം. കാരണം നമുക്ക് VFSൽ വിസ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ, സ്റ്റാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വിസ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് അവർ അയക്കാം. നമുക്കത് പ്രിൻ്റ് എടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാം. അടുത്തതാണ് പാസ്പോർട്ട് ഇൻഫർമേഷൻ ആണ്. ഇതിൽ പാസ്പോർട്ട് നമ്പർ നമ്മൾ തെറ്റാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാസ്പോർട്ട് ടൈപ്പ് ഇവിടെ ഓട്ടോമാറ്റിക് തന്നെ നോർമൽ എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. പിന്നെ പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ് ഇവിടെ കൊടുക്കാം. അതിനുശേഷം പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റും കൊടുക്കാം. അതിനുശേഷം പാസ്പോർട്ട് ഇഷ്യൂ പ്ലേസ് എവിടെ നിന്നാണോ അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാസ്പോർട്ട് നോക്കിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ വിസ ഇൻഫർമേഷൻ എന്നുള്ളത് കാണാം. അവിടെ നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സ്ഥലം കൊടുക്കുക. പിന്നുള്ളത് നമ്പർ ഓഫ് എൻട്രീസ് ആണ്. സിംഗിൾ വേണോ മൾട്ടിപ്പിൾ വേണോ എന്നുള്ളതാണ്. ഇതിൽ സിംഗിൾ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിളും കൊടുക്കാം. ഇപ്പോൾ പൊതുവെ എല്ലാവരും മൾട്ടിപ്പിൾ ആണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ വിസ ഡ്യൂറേഷൻ 365 ദിവസം, വിസ പീരീഡ് 90 ഡേയ്സും കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഞാൻ സെക്കൻഡ് നെയിം കൊടുത്തിട്ടില്ലായിരുന്നു. സെക്കൻഡ് നെയിം കൊടുത്തു. അതിനുശേഷം ആഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസ വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു കോളം കാണാം. അവിടെ നമുക്ക് ഒന്നെങ്കിൽ നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഇമേജ് കോഡ് ഉണ്ട്, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇമേജ് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സേവ് എന്നുള്ളിടത്ത് ഒരു ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസ റിക്വസ്റ്റ് സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു പോപ്പ് വരും, അത് എർസൽ എന്നുള്ളൊരു അറബിയിലായിട്ട് എഴുതിയിട്ടുണ്ട്, അതൊന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു പോപ്പപ്പ് വീണ്ടും വരും, അത് നമുക്ക് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അതും ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വിസ റിക്വസ്റ്റ് ഇപ്പോൾ അതായത് അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇത് പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് PDF ഫോർമാറ്റിൽ സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കമ്പനിയിലെ HR ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കഫീലിൽ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കഫീലിന് അയച്ചു കൊടുത്തിട്ട് ഇത് ചേംബർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ, ഈ റിക്വസ്റ്റ് പേപ്പറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു തലബ് റക്കം അറബിയിൽ കാണും, അത് വെച്ചിട്ടാണ് ഇത് ചേംബർ ചെയ്യാറുള്ളത്.